പൊതുപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം പ്രസിഡന്റ്, ഏതൊരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ കട്ടക്ക് കൂടെ നിൽക്കുന്ന ജനങ്ങൾ ഒരു ഭാഗ്യമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഏതൊരു ജനതയെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ ആത്മാഭിമാനം ഉയർത്തുന്ന ഒരു പ്രതിനിധി, ഒരു MLA, അതും വലിയ അഭിമാനമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. പേരാവൂരിന്റെ മണ്ണിൽ വന്നിറങ്ങി, ഇരിട്ടിയിൽ വന്നിറങ്ങി, ഇതാ ഈ റോഡ് ഷോ ഇപ്പോഴും ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിട്ടില്ല. ഇത് കണ്ടു തീരുമ്പോഴേക്കും ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, പേരാവൂരിന്റെ MLA പേര് ഇത്തവണയും അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA എന്ന് തന്നെയായിരിക്കുമെന്നുള്ളത് നമുക്ക് തീർച്ചയാണ്. ഞാൻ നിങ്ങളുടെ പ്രതികരണങ്ങൾ കാണുമ്പോൾ, നിങ്ങളുടെ ആവേശം കാണുമ്പോൾ, വഴിയരികിൽ കാത്തു നിൽക്കുന്ന മുഴുവൻ ആളുകളുടെയും പ്രതികരണങ്ങൾ കാണുമ്പോൾ ഒരു കാര്യം കൂടി അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. 5 അക്ക ഭൂരിപക്ഷത്തിൽ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA ഇത്തവണ പേരാവൂരിന്റെ മണ്ണിൽ തെരഞ്ഞെടുക്കപ്പെടും. ഇല്ലേ? ഉറപ്പല്ലേ? വാക്കല്ലേ? അതിന്റെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യില്ലേ? വാക്കാണോ? അത് ചെയ്യണം. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ കുറച്ചാളുകൾ MLA ആവുക, അല്ലെങ്കിൽ കുറച്ചാളുകൾ മന്ത്രിയാവുക, അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രി ഉണ്ടാവുക എന്നുള്ളതിനു വേണ്ടി നടക്കുന്ന തെരഞ്ഞെടുപ്പല്ല ഇത്. കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന മോചനം ഈ ഭരണകൂടത്തിൽ നിന്ന് നേടിയെടുക്കാൻ അവർക്ക് വേണ്ടി മുന്നിൽ നിന്ന് പൊരുതേണ്ട തെരഞ്ഞെടുപ്പാണ് UDFന്റെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം. ഇത് എനിക്കറിയാം, ചില പ്രയാസങ്ങൾ, വാർത്തകളൊക്കെ ഇതൊക്കെയായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടാവുന്നുണ്ട്. സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. അതിന്റെ കാലതാമസവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വാർത്തകൾ ഉണ്ടായിട്ടുണ്ട്. MP-മാരുടെ മത്സരവുമായി ബന്ധപ്പെട്ട് വാർത്തകൾ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും നിഷേധിക്കുന്നില്ല. നിഷേധിച്ചിട്ടൊന്നും സംഭവിച്ചില്ല എന്ന് പ്രഖ്യാപിക്കാനോ പ്രസംഗിക്കാനോ വന്നതല്ല. അത്തരം വാർത്തകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, കാൻഡിഡേറ്റിനെ പ്രഖ്യാപിച്ച് കാൻഡിഡേറ്റ് ഫീൽഡ് ചെയ്യുമ്പോ എന്താണ് നാട്ടിൽ നടക്കുന്നത് എന്നുള്ളത് ഇന്ന് നിങ്ങൾ ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. നിങ്ങളെപ്പോലുള്ള ആളുകൾ ആത്മാഭിമാനത്തോടെ രംഗത്തിറങ്ങുമ്പോ എന്താണ് തെരഞ്ഞെടുപ്പ് ചിത്രം എന്നുള്ളത് ഇന്ന് ഈ ഇരിട്ടി നഗരം, പേരാവൂർ നിയോജകമണ്ഡലം ഇന്ന് ഈ നാട്ടിലെ ജനങ്ങളോട് പറയുന്നുണ്ട്. കേരളത്തിലെ മുഴുവൻ UDF കാൻഡിഡേറ്റ്സും ഫീൽഡ് ചെയ്താൽ, ആ UDF കാൻഡിഡേറ്റ്സിനൊപ്പം പ്രവർത്തകർ തെരുവിലിറങ്ങിയാൽ അതൊരു കൊടുങ്കാറ്റായി മാറും. ഈ സർക്കാർ കഥപുഴകി മാറും എന്നുള്ള കാര്യത്തിന് ഒരു സംശയം നിങ്ങൾക്ക് കേരളത്തിൽ വേണ്ട. കാരണം ഈ ഇഷ്യൂസിനെല്ലാം അപ്പുറത്തേക്ക് ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അത് അവിടെ തന്നെ നിൽക്കുകയാണ്. അതിന്റെ പരിഹാരങ്ങൾ അതിനവർ നമ്മളെയാണ് പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നത്. ആ പ്രതീക്ഷ നമ്മുടെ മേലുള്ള ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ നമ്മൾ രംഗത്തിറങ്ങിയേ പറ്റൂ. എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞവർ ജനങ്ങളെ ശരിയാക്കി ഒരു വഴിക്കാക്കിയതിന്റെ പ്രതിഷേധം ഇന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്കിടയിലുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസവും കണ്ടു, തിരുവനന്തപുരത്തോ എവിടെയോ നാഷണൽ ഹൈവേയിൽ ഒരു കാറ് മറ്റൊരു കാറിന്റെ പുറകിലിടിക്കുന്നു. ആ കാറിൽ നിന്ന് ആളുകൾ പുറത്തിറങ്ങുന്നു. വാളുകൊണ്ടുവന്ന് പട്ടാപ്പകൽ ആ കാറിലുള്ള വേറൊരുത്തനെ വെട്ടിക്കൊലപ്പെടുത്തി പട്ടാപ്പകൽ തിരിച്ചു പോകുന്നതിന്റെ കാഴ്ച ദൃശ്യങ്ങൾ കേരളത്തിൽ നമ്മൾ കണ്ടു നിൽക്കേണ്ടി വന്നു. എവിടെയാണ് ഗവൺമെന്റിന്റെ നമ്പർ 1 തള്ളൽ? എവിടെയാണ് ഗവൺമെന്റിന്റെ ക്രമസമാധാനത്തെ പാലനത്തെ കുറിച്ചുള്ള അവകാശവാദങ്ങൾ? എവിടെയാണ് ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി? എവിടെയാണ് ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ്? നിങ്ങൾക്കറിയാം, നാട്ടിൽ ക്രമസമാധാനം പാലിക്കാൻ അവർക്ക് കഴിയാതെ പോയതിന്റെ പേരിൽ ഗുണ്ടകൾ നാട്ടിൽ മനസ്സുന്നൊരവസ്ഥയിലേക്ക് ഈ കേരളത്തെ മാറ്റിയത് ആരാണ്? മറ്റാരുമല്ല, LDF തന്നെയാണ്, ഇവരുടെ ഗവൺമെന്റ് തന്നെയാണ് എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടോ? ഇപ്പോ നമ്മൾ പുറത്തിറങ്ങിയാൽ കാണുന്നുണ്ട്, നിങ്ങളുടെ PR എക്സസൈസ് പുറത്തിറങ്ങിയാൽ കാണുന്നുണ്ട്. സർക്കാരിന്റെ നികുതി പണത്തിൽ നിന്ന്, ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് നിങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരുന്ന PR ഏർപ്പാടുകൾ, അത് കാണുമ്പോൾ ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയണം. ഈ നാട്ടിൽ ആരോഗ്യ വകുപ്പിന്റെ വീഴ്ചകളുടെ പേരിൽ പ്രയാസം അനുഭവിക്കുന്ന പാവപ്പെട്ടവർ നിങ്ങൾ കണ്ടതാണ്. ഉഷ എന്ന് പറയുന്ന ഒരു ചേച്ചിയുടെ വയറ്റിൽ കത്രിക വെച്ചത് ഗവൺമെന്റിന്റെ നേട്ടമായിട്ട് പറയുന്നത് എന്താണെന്ന് അറിയോ? കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് മറന്നുവെച്ച കത്രിക ഈ സർക്കാരിന്റെ കാലത്ത് ഞങ്ങൾ പുറത്തെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവര് നേട്ടമായി കൊണ്ടാടുന്നത്. എന്നിട്ട് അതിനെ ഒറ്റപ്പെട്ടതാണെന്ന് പറയുന്നു. കോഴിക്കോട്ടെ ഒരു സഹോദരി, നിങ്ങൾ അറിയാം, അവരുടെ ശരീരത്തിലും ഇതുപോലെ ശസ്ത്രക്രിയയ്ക്ക് ശേഷം അത് കീറി ശരീരത്തിൽ നിന്ന് എടുക്കേണ്ടി വന്ന വേദനയിൽ അവർ കഴിയുമ്പോ
സർക്കാരിനോട് ഒരു നഷ്ടപരിഹാരം ചോദിച്ചിട്ട് അതിനുവരെ കൊടുക്കാൻ തയ്യാറായില്ല. വീഴ്ചകൾ സംഭവിച്ചിട്ടില്ല, ഒറ്റപ്പെട്ടതാണ്, അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രം പറയാൻ ഒരു വകുപ്പിന്റെ ഒരു മന്ത്രിയും ഇനി കേരളത്തിന് വേണ്ട എന്നുള്ളത് നിങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾ ഒന്നടങ്കം പറയാൻ ആഗ്രഹിക്കുന്നു. ആ സ്ത്രീക്ക് ഇവർ കൊടുക്കാന്ന് പറഞ്ഞ നഷ്ടപരിഹാരം എത്രയെന്നറിയോ പ്രസിഡന്റ്? 2 ലക്ഷം രൂപ. കോഴിക്കോട്ടെ ആ സഹോദരിക്ക് വർഷങ്ങളോളം ഇവരുടെ ചികിത്സാ പഴവിന്റെ വേദന ഉള്ളിൽ കൊണ്ട് നടന്നവർ അവസാനം അത് കീറി മാറ്റിയിട്ടും ആരോഗ്യ രംഗത്ത് ഈ ഗവൺമെന്റിന്റെ വീഴ്ചയുടെ പേരിൽ അവരുടെ ജീവിതത്തിലെ ദുരിതം അകറ്റാൻ കഴിയാത്ത വേദന കൊണ്ട് പൊളഞ്ഞ് സെക്രട്ടേറിയറ്റിന്റെ മുമ്പിലും കോഴിക്കോട്ട് മെഡിക്കൽ കോളേജിന്റെ മുമ്പിലും കളക്ടറേറ്റിന്റെ മുമ്പിലും നിങ്ങളുടെ ഭരണകൂട അധികാരി വർഗങ്ങളുടെ മുമ്പിലും അവര് ഒരു നഷ്ടപരിഹാരത്തിന് വേണ്ടി കരഞ്ഞപ്പോ 2 ലക്ഷം രൂപ എഴുതി പിച്ചക്കാശ് കൊടുക്കുന്നത് പോലെ എഴുതി കൊടുക്കാൻ നിങ്ങൾ നോക്കിയപ്പോ ആത്മാഭിമാനമുള്ളവർ അത് കൈപ്പറ്റിയില്ല. 2 ലക്ഷമാണ് ആ സ്ത്രീക്ക് നിങ്ങൾ കൽപ്പിക്കുന്ന, അവരുടെ പ്രയാസത്തിന് നിങ്ങൾ കൽപ്പിക്കുന്ന വില. പക്ഷെ നിങ്ങൾ ഈ നാട്ടിൽ വെക്കുന്ന ഫ്ലെക്സ് ബോർഡുകൾ, നിങ്ങൾ ടിവിയിൽ കൊടുക്കുന്ന പരസ്യങ്ങൾ, നിങ്ങൾ പത്രമാധ്യമങ്ങളിലെ ഫ്രണ്ട് പേജുകൾ ഉൾപ്പെടെ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് നിങ്ങൾ നടത്തുന്ന ധൂർത്ത് കാണുമ്പോ ആളുകൾ ചോദിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നാണോ അതോ PR വിജയൻ എന്നാണോ എന്ന് ആളുകൾ ചോദിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. നികുതി പണത്തിന്റെ ദുരുപയോഗം ഈ നാട്ടിൽ നടക്കുകയാണ്. എങ്ങനെയെങ്കിലും അധികാരത്തിൽ തുടരാനുള്ള നിങ്ങളുടെ വ്യഗ്രത, നിങ്ങളുടെ കൊതി, അത് സാധാരണ ജനങ്ങളുടെ അവകാശങ്ങൾ നിഷേധിച്ച് എന്തിനധികം പറയുന്നു, കിഫ്ബിയിലെ പണം പോലും കോടിക്കണക്കിന് രൂപ പലിശ കൊടുക്കേണ്ട പണം, ആ പണം എടുത്തിട്ട് പരസ്യം നടത്തുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ ഗവൺമെന്റിനെ മാറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു പരസ്യത്തിനും നിങ്ങളുടെ ഈ സർക്കാരിനെ രക്ഷിച്ചെടുക്കാൻ കഴിയില്ല എന്ന് കേരളത്തിലെ ജനങ്ങളുടെ തീരുമാനമാണ്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ഇനി അതിനെ കൊണ്ടൊന്നും സാധിക്കില്ല. ശബരിമലയിൽ നിങ്ങൾ കണ്ടതാണ്. കേരളത്തിൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ ചില വാർത്തകൾ ദേശാഭിമാനിയിൽ വന്നതും വരാത്തതും ഒക്കെ പെരുപ്പിച്ച് കാണിച്ച് PR ഏജൻസികൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാരിന്റെ പണം ഉപയോഗിച്ച് ഇവരൊരു വാർത്ത കൊടുത്തു, ആ പരസ്യം കൊടുത്തു. ആ പരസ്യത്തിനെ സംബന്ധിച്ച് അവർ പറയുന്നത് ഇതൊക്കെ അന്ന് അങ്ങനെ ആയിരുന്നില്ലേ എന്നുള്ളതാ. പത്രവാർത്തകളുടെ തലക്കെട്ടുകൾ നിങ്ങൾ ഉണ്ടാക്കിയത് ഉൾപ്പെടെ പത്രത്തിൽ വരാത്തതുൾപ്പെടെ വാർത്ത കൊടുത്തു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അങ്ങനെ വാർത്ത കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, അതിന്റെ പേരിൽ പരസ്യം പോലെ നിങ്ങൾ വാർത്ത കൊടുക്കാൻ തയ്യാറാണെങ്കിൽ, സർക്കാരിന്റെ കാലത്ത് വന്ന വാർത്തകൾ നിങ്ങൾക്ക് പരസ്യമായി കൊടുക്കാൻ ആർജവമുണ്ടെങ്കിൽ, ആ സഹോദരിമാരുടെ വയറ്റിൽ കിടക്കുന്ന കത്രികയുടെ സർജറി കേരളത്തിന്റെ പത്രങ്ങളുടെ 1-ാം പേജിൽ, ആ സർജറിക്ക് ശേഷം ശ്രമിക്കണം, ആ എക്സ്റേ കേരളത്തിലെ പത്രങ്ങളുടെ 1-ാം പേജിൽ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയോ? 1-ാം പേജിൽ കൊടുക്കാൻ കഴിയോ ആ കത്രികയുടെ എക്സ്റേ? നിങ്ങളുടെ ഗവൺമെന്റിന്റെ നേട്ടമല്ലേ? 1-ാം ഗവൺമെന്റിന്റെ നേട്ടം അതവിടെ വെച്ചത്, 2-ാം ഗവൺമെന്റിന്റെ നേട്ടം അതവിടെ ഉണ്ടെന്ന് കണ്ടെത്തിയത്, എന്നിട്ട് അത് പുറത്തെടുത്തത് പ്രിയപ്പെട്ട KC വേണുഗോപാൽ MP സ്വകാര്യ ആശുപത്രിയിലേക്ക് ആ സഹോദരിയുടെ ചികിത്സ മുഴുവൻ ഏറ്റെടുത്തു പോയതിന്റെ ശേഷം. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇനി പത്രവാർത്തകൾ നിങ്ങൾക്ക് പരസ്യമായി കൊടുക്കാൻ അത്ര വെമ്പലുണ്ടെങ്കിൽ, കോടതികൾ ചോദിച്ചത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഹൈക്കോടതി ചോദിച്ചത് നിങ്ങൾ കേട്ടിട്ടില്ലേ? സുപ്രീം കോടതി ചോദിച്ചത് നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്താ ചോദിച്ചത്? ഹൈക്കോടതിയും സുപ്രീം കോടതിയും ചോദിച്ചത് നിങ്ങള് അയ്യനെ പോലും വെറുതെ വിടില്ലല്ലേ എന്നാണ്. നിങ്ങൾക്ക് ദൈവങ്ങൾക്ക് പോലും രക്ഷയില്ലല്ലേ എന്നുള്ളതാണ്. നിങ്ങൾ ആരാധനാലയങ്ങളെ പോലും വെറുതെ വിടില്ലല്ലേ എന്നാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്നപ്പോ ഞാൻ പറഞ്ഞു, ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും സർക്കാരിന് മനസ്സിലാവണം, ദേവസ്വം ബോർഡ് എന്നത് അയ്യന്റെ സ്വർണം കാക്കാനുള്ള ബോർഡാണ്, കക്കാനുള്ള ബോർഡല്ല എന്ന് ഈ റിസൾട്ട് വരുമ്പോ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവണം. എന്നിട്ട് അതിന്റെ പേരിൽ ഒരു സംഗമം നടത്തിയിട്ട് അതിലും പറ്റിപ്പ് നടത്തുക. മുള വാങ്ങാൻ പോയ കണക്ക് സിനിമയിൽ പറഞ്ഞതുപോലെ, മാരുതിക്കാരെടുത്ത് പോയതുപോലെ ആ സംഗമത്തിന്റെ പേരിൽ നടത്തിയ തട്ടിപ്പ് അത് കേരളത്തിലെ ജനങ്ങൾ മറന്നിട്ടുണ്ടാകുമെന്നാണ് നിങ്ങൾ കരുതുന്നെങ്കിൽ, ഈ പറയുന്ന പരസ്യ വിപ്ലവമല്ലാതെ ജനങ്ങൾക്ക് ഉപകാരമുള്ള ഒരു വിപ്ലവവും ഇവിടെ നടപ്പിലാക്കാൻ മറന്നു പോയവരെ ആ പാർട്ടിയിൽ തന്നെയുള്ള ആളുകൾ പലതും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇപ്പൊ മാധ്യമങ്ങൾ മുഴുവൻ നമ്മുടെ നേരെയാണ്. MP-മാർ മത്സരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയായിട്ട് പറയുന്നത്. ആ ചർച്ച നമ്മളോട് ഉന്നയിക്കാൻ പറ്റുള്ളൂ. കാരണം MP-മാർ എന്ന് കേരളത്തിൽ ഏതെങ്കിലും ഒരു മുന്നണിക്ക് പറയാൻ കഴിയുമെങ്കിൽ നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതവിടെ നിൽക്കട്ടെ. ഞാൻ വിവാദങ്ങൾ ഉണ്ടായിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, അതുണ്ടായിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക, ഇവിടെ മാത്രമാണോ പ്രശ്നം? ആണോ? നമ്മുടെ പഴയ S. രാജേന്ദ്രൻ ഇപ്പൊ എവിടെയാ? CPM-ന്റെ ഇടുക്കി ജില്ലയിലെ MLA ആയിരുന്ന S. രാജേന്ദ്രൻ ഇപ്പൊ ഏത് പാർട്ടിയിലെന്നിട്ടാ?
BJP MLA ആയിരുന്നില്ലേ? നിങ്ങൾ കണ്ടതല്ലേ? ആയിഷ പോറ്റി എവിടെയാ ഇപ്പോ? എവിടെയാ? PV അൻവർ ഇപ്പൊ എവിടെയാ? ഒന്നും വേണ്ട. ഇപ്പോഴുള്ള സിറ്റിംഗ് MLA CC മുകുന്ദൻ മാലയിട്ട് സ്വീകരിച്ച് എവിടെ പോയിട്ടാ മത്സരിക്കുന്നത്? എവിടെ പോയിട്ടാ മത്സരിക്കുന്നത്? അപ്പൊ നിങ്ങൾ കാണുന്നുണ്ട് നമ്മുടെ ചുറ്റുവട്ടത്ത്, നിങ്ങൾ കാണുന്നുണ്ട് കാര്യങ്ങൾ. ഇനി അത് മാത്രമാണോ? നിങ്ങൾ പരിശോധിച്ചോ. ഇപ്പൊ കണ്ണൂർ ജില്ലയിൽ ഇപ്പൊ നമ്മുടെ പരസ്യങ്ങൾ, നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ വിവാദങ്ങളൊക്കെ മാധ്യമങ്ങൾ പറയുന്നുണ്ട്, പറഞ്ഞോട്ടെ, പ്രശ്നമില്ല. പക്ഷെ കണ്ണൂർ ജില്ലയിലെ കാര്യങ്ങളോ? നിങ്ങൾ കണ്ണൂർ ജില്ലയിൽ നിങ്ങൾ അറിയാം, നമ്മളിപ്പോ സ്ഥാനാർത്ഥി പട്ടികയെ സംബന്ധിച്ച് പറഞ്ഞു, ഇച്ചിരി വൈകി. അത് നമുക്ക് പറയാതിരിക്കാനൊന്നും പറ്റൂല, ഇച്ചിരി വൈകി. പക്ഷെ പ്രസിഡന്റ് സ്ഥാനാർത്ഥികളെ എല്ലാം കൂടെ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ ചിലപ്പം പയ്യന്നൂരിലും തളിപ്പറമ്പിലും ഒക്കെ സ്ഥാനാർത്ഥി നമുക്ക് പിൻവലിക്കേണ്ടി വന്നേനെ എന്നുള്ള അവസ്ഥയും ഇവിടെ നിൽക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം അതിന്റെ കാര്യങ്ങൾ. കാരണം എന്താ? ഓരോ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്സിനോട് നമുക്ക് പ്രതികരിക്കേണ്ടതായിട്ട് വന്നു. ഇപ്പം സുധാകരന്റെ പേരിൽ പല വാർത്തകളും ഉണ്ടാക്കി. പക്ഷെ തിരിച്ച് നിങ്ങൾ ഒരു കാര്യം ആലോചിച്ച് നോക്കുക. അപ്പുറത്ത് തളിപ്പറമ്പിൽ പത്രസമ്മേളനം നടത്തിയപ്പോൾ TK ഗോവിന്ദൻ എന്ന് പറയുന്ന CPM നേതാവ് പറഞ്ഞത് എന്താ? 10-75 വയസ്സിനിടക്ക് 50 വർഷത്തെ പാർട്ടി പ്രവർത്തന പരമ്പരക്കൊടുവിൽ ഒരിക്കൽ പോലും ഒരു വാക്ക് എന്റെ പാർട്ടിക്കെതിരായി ഞാൻ പുറത്തു പറയേണ്ടി വന്നിട്ടില്ല. പക്ഷെ ഗോവിന്ദ മാഷും ഭാര്യയൊക്കെ കൂടെ നടത്തുന്ന പാർട്ടിക്കകത്തെ സ്വജനപക്ഷപാതം, ആ സ്വജനപക്ഷപാതത്തെ കുറിച്ച് പറഞ്ഞപ്പോ 3 ടേം ഗോവിന്ദ മാഷ് പിന്നെ ഭാര്യ എന്നൊക്കെ പറഞ്ഞ് അവര് പറഞ്ഞു വെച്ച ഒരു വാചകമുണ്ട്. എന്താ വാചകം? പാർട്ടിക്കകത്ത് 2 വിഭാഗമായിട്ട് മാറുന്നു. ഒന്ന് ഭരണത്തെ മാത്രം സ്നേഹിക്കുന്നവർ, മറ്റൊന്ന് പാർട്ടിയെ സ്നേഹിക്കുന്നവർ. ആ പാർട്ടിയെ സ്നേഹിക്കുന്നവരെന്ന് പറയുന്നവർ അവരിപ്പോ പറയുന്നു, ഞങ്ങളുടെ പാർട്ടിയെ നേതാക്കന്മാര് തിരുത്തുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല, അത് ജനങ്ങളും പ്രവർത്തകരും തിരുത്തും. പാർട്ടിയെ സ്നേഹിക്കുന്ന സഖാക്കൾ പോലും ഇത്തവണ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് പിണറായി വിജയനോ അയാളുടെ ഗവൺമെന്റോ അല്ല. ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ഐക്യജനാധിപത്യ മുന്നണിയാണ് എന്നുള്ളത് അവരുടെ പ്രവർത്തകർ തന്നെ പറയുന്നത് നിങ്ങൾ കണ്ടതാണ്. ഇനി നമ്മുടെ സുധാകരന്റെ വാർത്ത കുറെ കൊടുത്തു, പക്ഷെ വേറൊരാളവിടെ പാർട്ടി വിട്ടിട്ടുണ്ട് ഇല്ലേ? അമ്പലപ്പുഴയിൽ മത്സരത്തിന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ കാര്യത്തിൽ പാർട്ടി തീരുമാനമെന്തോ, ഹൈക്കമാൻഡിന്റെ തീരുമാനമെന്തോ, അതിന് നമ്മൾ കാത്തിരിക്കുക. ഹൈക്കമാൻഡിന്റെ തീരുമാനം വരട്ടെ. നമ്മുടെ കാര്യത്തിൽ അതിലിപ്പം ഞാൻ ഒരു കാര്യം പറയാം. MP-മാർ മത്സരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ ഈ വേദിയിലും സദസ്സിലുമുള്ള ആർക്കും കഴിയില്ല. സണ്ണി ജോസഫ് MLA ഉൾപ്പെടെയുള്ള KPC പ്രസിഡന്റോട് ബഹുമാനക്കുറവുകൊണ്ട് പറയുന്നതല്ല, അത് പാർട്ടി തീരുമാനം, ഹൈക്കമാൻഡ് തീരുമാനത്തിനാണ് നമ്മൾ കാത്തു നിൽക്കുന്നത്. ഹൈക്കമാൻഡിന്റെ തീരുമാനം വരട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, അത്തരം വിഷയങ്ങളല്ല ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജനകീയ ചർച്ചയാവുക. അതെല്ലാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും അത്തരം പ്രയാസങ്ങൾ, ചിലപ്പോൾ വാർത്തകളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അതിനെല്ലാം മറികടക്കുന്ന ജനകീയ പ്രശ്നങ്ങളെ ഉയർത്തിക്കൊണ്ടുവന്ന് അതിന് പരിഹാരമുണ്ടാക്കാൻ, ജനങ്ങളെടുക്കുന്ന തീരുമാനത്തോടൊപ്പം നടക്കാൻ, അതിന്റെ മുന്നേ നടക്കാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തമാണ് ഇന്ന് പേരാവൂരിലെ ജനങ്ങൾ ഏറ്റെടുത്തത് എന്നുള്ളത് ഈ വേദിയും സദസ്സും റോഡ് ഷോയും, ആ റോഡ് ഷോയുടെ 2 വശങ്ങളിൽ നിൽക്കുന്ന ആളുകളുടെ പ്രതികരണങ്ങളും കാണുകയാണ്. ഞാൻ സന്തോഷത്തോടെയാണ്, അഭിമാനത്തോടെയാണ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എന്ന പേര് ഓരോ കോൺഗ്രസ് പ്രവർത്തകനും ഉച്ചരിക്കുന്നത്, ഓരോ UDF പ്രവർത്തകനും ഉച്ചരിക്കുന്നത്. ഈ പ്രസ്ഥാനത്തിന്റെ അധ്യക്ഷ പദവിയിലേക്ക് വന്ന് അദ്ദേഹം ഏതാനും മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ആ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലും നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിലും ഉൾപ്പെടെ പാർട്ടിയുടെ വിജയത്തിന് വേണ്ടി സെൽഫ്ലെസ് ആയി തന്നെക്കാൾ വലുത് പാർട്ടിയാണെന്ന് എന്നും വിശ്വസിക്കുകയും ആ വിശ്വാസത്തെ മുറുകെ പിടിക്കുകയും അതിനുവേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്ന നേതാവാണ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പേരാവൂരുകാർക്ക് അറിയാം. ഞാനൊരു കാര്യം അഭിമാനത്തോടെ ഓർക്കുകയാണ്. ഒരു MLA മാത്രമായിരുന്ന അഡ്വക്കേറ്റ് സണ്ണി ജോസഫിന് ഈ മണ്ണിലേക്ക് ഒരു താലൂക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾ ഇവിടുന്ന് വലിയ ഭൂരിപക്ഷത്തോടെ അദ്ദേഹത്തെ ജയിപ്പിക്കുമ്പോ നിങ്ങളുടെ ഹൃദയത്തിന്റെ അംഗീകാരത്തോടെ 5 അക്ക ഭൂരിപക്ഷത്തിൽ അദ്ദേഹം കേരളത്തിന്റെ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുമ്പോ നമുക്കറിയാം അദ്ദേഹം കേവലം ഒരു MLA മാത്രമായിരിക്കില്ല, അടുത്ത UDF ഗവൺമെന്റിനെ നയിക്കുന്നവരൊരാൾ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA ആയിരിക്കുമെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. അങ്ങനെയുള്ള ജനങ്ങളോട് താല്പര്യമുള്ള ഒരു പ്രതിനിധിയും ജനങ്ങളോട് താല്പര്യമുള്ള ഒരു സർക്കാരും കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ അത് പേരാവൂരിന് ചെയ്യാൻ പോകുന്ന ഗുണം അതെന്താണെന്ന് തിരിച്ചറിയുന്നവരാണ് ഇവിടെയുള്ളവരും ഇതിന് പുറത്തുള്ളവരും ഈ മണ്ഡലത്തിലെ വോട്ടർമാരും എന്ന കാര്യത്തിന് സംശയം വേണ്ട.
അപ്പൊ ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു, ഇവിടെ ജയിക്കാൻ പോകുന്നത് ടീച്ചറല്ല, ഇവിടെ ജയിക്കാൻ പോകുന്നത് വക്കീലാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് ജനങ്ങളുടെ തീരുമാനം. അപ്പൊ അത് വ്യക്തിപരമായിട്ടുള്ള ഒന്നുമല്ല, അത് വ്യക്തിപരമായിട്ടുള്ള മത്സരം ഒന്നുമല്ല. ഈ ഗവൺമെന്റിനെതിരായി ജനങ്ങൾ നടത്തുന്ന മത്സരത്തിന്റെ പ്രതീകമാണ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA അവர்கள். ഈ നിങ്ങളുടെ തന്നെ. അപ്പൊ എന്നോട് നിങ്ങൾ വരുമ്പോ മാധ്യമങ്ങൾ ചോദിച്ചു, വടകരയിൽ ഉണ്ടായ പോലത്തെ വിവാദങ്ങൾ എന്തെങ്കിലും ഇവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്നാണ് എന്നോട് ചോദിക്കുക. ഓർമ്മയുണ്ടല്ലേ? വടകരയിൽ ഉണ്ടായതുപോലത്തെ വിവാദങ്ങൾ എന്തെങ്കിലും ഇവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് എന്നോട് മാധ്യമങ്ങൾ ചോദിച്ചത്. ഞാൻ അതിന് മറുപടിയായിട്ട് പറഞ്ഞു, ഉണ്ടാക്കാതിരുന്നാൽ അവർക്ക് അത്രയും കൊള്ളാം, ഉണ്ടായാൽ വടകരയിൽ ഉണ്ടാകുന്നതിനേക്കാളും ഇരട്ടി തിരിച്ചടി LDF ഉണ്ടായിരിക്കും. ഞാൻ എപ്പോഴും പറയുന്നു, നത്തിങ് പേഴ്സണൽ, വ്യക്തിപരമല്ല. ഇതൊരു പൊളിറ്റിക്കൽ ഫൈറ്റ് ആണ്, ഇതൊരു രാഷ്ട്രീയ പോരാട്ടമാണ്. ഇത് ഈ ഗവൺമെന്റിനെതിരായി ജനങ്ങൾ നയിക്കുന്ന പോരാട്ടമാണ്. വടകരയിൽ വലിയ കൊട്ടിഘോഷിച്ചതാണ് കാഫിർ സ്ക്രീൻഷോട്ട്. എന്തൊരു വർഗീയതയാണ്ടോ എന്നൊക്കെ ചോദിച്ച് എന്റെ ചിത്രം വെച്ച് കുറെ പോസ്റ്റുകൾ ഇട്ടതാണ്. നിങ്ങൾ എനിക്കൊരു 1 മിനിറ്റ് സമയം തന്നാൽ കോടതിയിൽ അവസാനം അത് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ ശ്രദ്ധയിൽ ഒന്ന് പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരൊറ്റ മിനിറ്റ് സമയം ഞാൻ നിങ്ങൾ പറഞ്ഞപ്പോ ഞാൻ തയ്യാറായി വെച്ചിട്ടില്ല, ഞാനൊന്ന് എടുക്കട്ടെ, ഒറ്റ സെക്കൻഡ്. ആ കേസിന് എന്ത് സംഭവിച്ചു എന്ന് നിങ്ങളൊന്ന് അറിയാൻ വേണ്ടി ഞാനൊന്ന് പറയാൻ ശ്രമിക്കുന്നു. എന്തോ നേരത്തെ തയ്യാറാക്കി വെക്കേണ്ടിരുന്നു വസന്ത. പക്ഷേ ഇപ്പം നിങ്ങളൊരു കാര്യം, കോടതിയിൽ പോലീസ് കൊടുത്ത റിപ്പോർട്ടിനകത്ത് പറയുന്നത്, പ്രസിഡന്റ്, 30/6/2024 സ്റ്റേറ്റ്മെന്റ് ഓഫ് റിബേഷ് സൺ ഓഫ് രാമകൃഷ്ണൻ. റിബേഷ് സൺ ഓഫ് രാമകൃഷ്ണൻ യൂത്ത് കോൺഗ്രസുകാരനല്ല. റിബേഷ് സൺ ഓഫ് രാമകൃഷ്ണൻ യൂത്ത് ലീഗുകാരനല്ല. റിബേഷ് സൺ ഓഫ് രാമകൃഷ്ണൻ UDFന്റെ നേതാവല്ല, പ്രവർത്തകനല്ല, യുവജന സംഘടനകളുടെ നേതാവല്ല. കറകളഞ്ഞ DYFI-കാരനാണ് റിബേഷ് സൺ ഓഫ് രാമകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ ഫോണിൽ പരിശോധിച്ചപ്പോ it is revealed that the communal post posted by him in the WhatsApp group of Red Encounters എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇത് പ്രത്യക്ഷമാകുമ്പോ ആ പോസ്റ്റ് ഇട്ടത് റിബേഷ് രാമകൃഷ്ണൻ എന്ന ആള് 25/4/2004 2:13 അത് പോസ്റ്റ് ഇട്ടു. On interrogation, Ribesh could not reveal from where he has obtained the communal post. DYFI നേതാവായ റിബേഷ് പറയുന്നില്ല ഈ പോസ്റ്റ് എവിടുന്ന് കിട്ടി എന്ന്. DYFI നേതാവായ റിബേഷ് പോലീസിനോട് പറയുന്നില്ല എന്ന് പോലീസ് കോടതിയിൽ കൊടുത്ത സ്റ്റേറ്റ്മെന്റിൽ റിപ്പോർട്ടിൽ പറയുമ്പോ അതെന്റെ തലയിൽ കെട്ടിവെച്ച് എന്നെ വർഗീയവാദിയാക്കാൻ CPM നടത്തിയ ശ്രമങ്ങളെ വടകരയിലെ ജനങ്ങൾ തൂത്തെറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തരം ശ്രമങ്ങളെ കേരളത്തിലെ ജനങ്ങൾ വെച്ചു പറപ്പിക്കില്ല എന്ന കാര്യത്തിന് ഒരു സംശയവും വേണ്ട. നിങ്ങൾ കണ്ടതാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഇതിന്റെ സ്റ്റേറ്റ്മെന്റിന്റെ പൂർണ്ണ വിവരങ്ങൾ വേണേ ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരാം. ഓരോ വാട്സപ്പ് ഗ്രൂപ്പിലും പോരാളി ഷാജിയും ഉൾപ്പെടെ എങ്ങനെ വന്നു, ഇത് എവിടെ നിന്നുണ്ടായി, ഇത് ഏത് വാട്സപ്പ് ഗ്രൂപ്പിൽ ചെന്നു, അവസാനം ഇതിന്റെ വേരുകൾ അന്വേഷിച്ച് ചെന്നപ്പോ അത് എത്തി നിൽക്കുന്ന DYFI നേതാവ് എന്തുകൊണ്ട് പോലീസിനോട് പറയുന്നില്ല അത് എവിടുന്ന് ഒബ്റ്റെയിൻ ചെയ്തു എന്നുള്ളത്, എവിടുന്നാണ് അത് കിട്ടിയെന്നുള്ളത് എന്തുകൊണ്ടാണ് അവർ പറയാത്തത്? ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ അയച്ചു കൊടുത്തതാണെങ്കിൽ അവർ പറയാതിരിക്കുവോ? ഏതെങ്കിലും യൂത്ത് ലീഗുകാരൻ അയച്ചു കൊടുത്തതാണെങ്കിൽ അവർ പറയാതിരിക്കുവോ? അപ്പൊ നിങ്ങൾ അറിയണം, ആ ശ്രമങ്ങളൊക്കെ തലയിൽ കെട്ടിവെച്ച് വലിയ വിവാദങ്ങൾ ഉണ്ടാക്കി, വലിയ വാർത്തകൾ ഉണ്ടാക്കി, പരസ്പരം വലിയ ധാരണകൾ ഉണ്ടാക്കി വേട്ടയാടാനുള്ള വലിയ ശ്രമങ്ങൾ നടത്തിയതിന് ഈ കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ വടകരയിലെ ജനങ്ങൾ യോജിച്ച് തൂത്തെറിഞ്ഞത് നമ്മൾ കണ്ടതാണ്. അത്തരം ശ്രമങ്ങൾ ഈ നാട്ടിലുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് നമ്മുടെ വിതുൽ ബാൽ എന്ന് പറയുന്ന ഒരു നേതാവിന്റെ വീട്ടിൽ നിങ്ങൾ കണ്ടതാണ്. ഒരു നേതാവിന്റെ വീട്ടിൽ ഈ കരിങ്കൊടി കാണിച്ചതിന്റെ പേരിൽ ബോംബെറിഞ്ഞു. രാത്രി 12:30 മണിക്ക് ശേഷം ബോംബെറിഞ്ഞു. ആ ബോംബെറിഞ്ഞിട്ട് ആരെ അറസ്റ്റ് ചെയ്തത്? അതും അവിടെ പറഞ്ഞു അത് ഷാഫി പറമ്പിലിന്റെ ഏർപ്പാട്. ഇത് കോൺഗ്രസ് നേതാവിന്റെ വീട്ടിൽ ബോംബെറിഞ്ഞത് എന്റെ ഏർപ്പാടാണെന്ന് പറഞ്ഞിട്ടുള്ള പ്രചരണം അവിടെയും നടത്താൻ നോക്കി. ഇനി അതിലും നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക.
ആ കാര്യത്തിലും ഒരു വാർത്ത വന്നു. എന്താ വാർത്ത? അതിൽ അറസ്റ്റ് ചെയ്ത ആളുടെ പേര് മിഥുൻ മാഷ് എന്നാണ് എനിക്ക് തോന്നുന്നത്, ഡിവൈഎഫ്ഐ നേതാവ്. അതും ഡിവൈഎഫ്ഐ നേതാവ്. ഒരു പയ്യൻ കരിങ്കൊടി കാണിച്ച് സമരം നടത്തിയതിന്റെ പേരിൽ അവസാനം മന്ത്രിയുടെ കഴുത്ത് പിടിച്ച് തിരിച്ചു, കൈ പിടിച്ച് തിരിച്ചു എന്നൊക്കെ പ്രഖ്യാപിച്ചിട്ട് പ്രസംഗിച്ചിട്ട് മെഡിക്കൽ റിപ്പോർട്ട് വന്നപ്പോ അത്തരമൊരു ക്ഷതം മന്ത്രിയുടെ ശരീരത്തിൽ ഇല്ല. ഈ ദൃശ്യമാധ്യമങ്ങളുടെ മുഴുവൻ ക്യാമറയും പരിശോധിച്ചപ്പോ ആ കേസ് പ്രവർത്തകരുടെ നിഴല് പോലും ആ മന്ത്രിയുടെ ശരീരത്തിൽ സ്പർശിച്ചിട്ടില്ല. ഒരു കറുത്ത കഷ്ണം തുണി കൊണ്ട് ഒരു പ്രതിഷേധം നടത്തിയതിന്റെ പേരിൽ വധശ്രമത്തിന് കേസെടുത്ത പിണറായി വിജയന്റെ പോലീസാണ് ഈ നാട്ടിലെ ചെറുപ്പക്കാരുടെ തല ചെടിച്ചട്ടി കൊണ്ട് അടിച്ചു പൊട്ടിച്ചപ്പോ അത് ജീവൻ രക്ഷാ പ്രവർത്തനമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും കേരളത്തിലെയും കണ്ണൂരിലെയും ജനങ്ങൾ മറന്നിട്ടില്ല. ഇപ്പൊ ഇവിടെ നടക്കുന്നത് ഈ സർക്കാരിൽ നിന്നുള്ള ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാനുള്ള പോരാട്ടമാണ്. അതിന്റെ മുൻപന്തിയിൽ ഞങ്ങളെ നയിക്കുന്ന നേതാവിന്റെ പേരാണ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എന്നുള്ളത് പേരാവൂരിന് അറിയാം. അതുകൊണ്ട് ഇനി മണിക്കൂറുകളാണ് നമ്മുടെ മുമ്പിൽ ബാക്കി. കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്കും ഇലക്ഷൻ ഇവിടെ എത്തും. ഇവിടെ ഇരുന്ന് ആലോചിക്കുമ്പോഴത്തേക്ക് ലിസേച്ചി നോമിനേഷൻ കൊടുക്കേണ്ടി വരും, അല്ലെ? അവിടുന്ന് കുറഞ്ഞു വരുമ്പോഴത്തേക്ക് പര്യടനം തുടങ്ങേണ്ടി വരും. അപ്പത്തേക്ക് കലാശക്കൊട്ടാവും. ഉടനെ തന്നെ പിറ്റേ ദിവസം പോളിംഗിലും പോണ്ടി വരും. ചുരുക്കി പറഞ്ഞ 10-15 ദിവസം കൊണ്ട് കാര്യങ്ങൾ തീരുമാനമാവും. അപ്പോ എന്ന് വെച്ചാൽ അതിന്റെ പച്ച മലയാളം, ഈ ദുർഭരണം അവസാനിക്കാൻ ഇനി 10-16 ദിവസമേ കേരളത്തിൽ ബാക്കിയുള്ളൂ എന്നുള്ളതാണ്. പേരാവൂരിലെ കാര്യങ്ങൾ നോക്കിക്കോളൂല്ലോ, നിങ്ങൾ നോക്കിക്കോളൂല്ലേ? എല്ലാവരും ഒരുമിച്ചിറങ്ങണം, ഒരുമിച്ചിറങ്ങണം. ഞാൻ പറയുന്നു, അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA അല്ല ഇവിടെ മത്സരിക്കുന്നത്. ഞാൻ അതും കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. പ്രസിഡന്റ്, ഞാനൊരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താണ് അങ്ങയുടെ അനുമതിയോടെ. സ്ഥാനാർത്ഥി എന്നുള്ള അങ്ങയെ മാറ്റി നിർത്താൻ ആഗ്രഹിക്കുകയാണ്. അനന്താ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം മാറുള്ളി. അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ മത്സരിക്കുന്നില്ല. പകരം മത്സരിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകന്റെ ആത്മാഭിമാനമാണ് ഈ പേരാവൂരിൽ മത്സരിക്കുന്നത്. അത് നിങ്ങൾ ഏറ്റല്ലോ. ഇത് പേരാവൂരിന്റെ മാത്രം കാര്യമല്ല, KPCCയുടെ പ്രസിഡന്റാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ, മഞ്ചേശ്വരം മുതൽ പാറശാല വരെയുള്ള ഓരോ കോൺഗ്രസ് പ്രവർത്തകന്റെയും ഓരോ UDF പ്രവർത്തകന്റെയും ആത്മാഭിമാനമാണ് ഇവിടെ മത്സരിക്കുന്നത്. അത് നിങ്ങൾ ഏറ്റല്ലോ. അതിനെ സംരക്ഷിക്കില്ലേ? 5 ഭൂരിപക്ഷം ഉണ്ടാവില്ലേ? ഉറപ്പാണോ? വാക്കാണോ? അത് കൈയടിച്ച് പാസ്സാക്കി തന്നെ എല്ലാവരും. ഞാൻ അതറിയാൻ വന്നതാ, വേറെ ഒന്നുമില്ല. എല്ലാവരും സന്തോഷം. നിങ്ങൾ എല്ലാ കാര്യങ്ങളും ജാഗ്രതയോടെ നോക്കിക്കാണുക. വികാരപരമായി ഇമോഷണലായിട്ട് ഒന്നിനോടും പ്രതികരിക്കേണ്ടതില്ല. നമുക്ക് പിന്നെ വളരെ വളരെ വലിയ ഒരു ദുരിതത്തിൽ നിന്ന് കേരളത്തിലെ ജനങ്ങൾ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുകയാണ്. അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. ഈ ഗവൺമെന്റിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുക. അതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അത് നിങ്ങൾ നോക്കണം. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ നോക്കണം, നമ്മുടെ ഉത്തരവാദിത്തം. ഞാൻ UDFന്റെ മുഴുവൻ നേതൃത്വത്തെയും പറയുന്നു, പ്രസിഡന്റിനെ ഇവിടെ മാത്രമായിട്ട് നിർത്തിത്തരാൻ പറ്റില്ല, ഞങ്ങൾക്ക് കൊണ്ടുപോകേണ്ടി വരും. കേരളം മുഴുവൻ ആവശ്യമുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രസൻസിലും ആബ്സെൻസിലും ബാക്കി കാര്യങ്ങൾ നിങ്ങൾ ഏൽക്കുമെന്നുള്ള ധൈര്യത്തോടെ, വിശ്വാസത്തോടെ. പേരാവൂരിന്റെ മനമറിഞ്ഞിട്ടുള്ള ഒരു നേതാവാണ്. നിങ്ങൾക്ക് അറിയാം, വന്യമൃഗ ശല്യമൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് കഴിഞ്ഞ 10 വർഷക്കാലം ഒരു പരിഹാരമില്ലാതെ നടക്കുമ്പോൾ 1000-ലധികം പ്രസിഡന്റ് 1000-ലധികം ആളുകൾ വന്യമൃഗ ശല്യത്തിൽ കൊല്ലപ്പെട്ട ഒരു സർക്കാർ ഭരണ കാലയളവിന് ശേഷം ആ മലയോര കർഷകന്റെ വേദന അറിയുന്ന ഒരാളുള്ള ഒരു ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിലിരിക്കാൻ പോവുകയാണ്. ഞാൻ ആദ്യമായി പറഞ്ഞിട്ടുണ്ട്, ഈ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഒരാൾ, ഈ ഗ്രാമപ്രദേശത്ത് ജനിച്ചു വളർന്ന ഒരാൾ, കേരളത്തിൽ ഒരു മലയോര കർഷകന്റെ മകൻ ആദ്യമായി KPCCയുടെ അധ്യക്ഷ പദവിയിൽ എത്തിയിട്ട് നിങ്ങളുടെ പ്രസിഡന്റ് KPCCയുടെ തലപ്പത്ത് വന്നപ്പോഴാണ്. അപ്പൊ അത് നിങ്ങളുടെ മാത്രം കാര്യമല്ല. കേരളത്തിലെ മലയോര മേഖലയിലെ മുഴുവൻ ജനങ്ങളും അവരുടെ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ നിയമസഭയിൽ അവതരിപ്പിച്ചൊരു ശബ്ദം ഇനി ആ പ്രശ്നപരിഹാരത്തിന് ക്രിയാത്മകമായി നേതൃത്വം നൽകുന്ന സാന്നിധ്യമായി കാണാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അവർക്കറിയാം, സണ്ണി ജോസഫ് MLA എന്ന് പറയുന്ന പൊതുപ്രവർത്തകനോട് അവരുടെ പ്രശ്നങ്ങൾ വിവരിക്കേണ്ടതില്ല. അത് അറിയുന്ന ഒരാളാണ്. അതിന്റെ പരിഹാര നിർദ്ദേശങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ്. അത് നടപ്പിലാക്കാൻ പ്രതിബദ്ധതയുള്ള ഒരാളാണ്. അപ്പോൾ ഒരു സംസ്ഥാനത്തെ ജനങ്ങൾ, ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾ, ഒരു സംസ്ഥാനത്തെ പാർട്ടി പ്രവർത്തകർ, UDFന്റെ പ്രവർത്തകർ, അവരെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു വലിയ വിജയം പേരാവൂരിന്റെ മണ്ണും മനസ്സും ഹൃദയമറിഞ്ഞു കൊടുക്കണം. ഇനി UDFന്റെ ഒരു ഗവൺമെന്റാണ് കേരളത്തിൽ അധികാരത്തിൽ വരാൻ പോകുന്നത് എന്ന് തിരിച്ചറിയുമ്പോൾ പേരാവൂരിന്റെ വികസന കാര്യങ്ങളെ സ്വപ്നം കാണുന്നവർ, അതിന് കരുത്ത് പകരണമെന്ന് ആഗ്രഹിക്കുന്നവർ, അവരുടെ മുമ്പിലും ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത്
ഏറ്റവും നല്ല തീരുമാനം എന്ന് പറയുന്നത് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA-ക്ക് നിങ്ങൾ നൽകുന്ന വോട്ടുകളാണ് എന്നുള്ളത് അവർക്കും അറിയാം. അതുകൊണ്ട് യോജിച്ച് ജനങ്ങൾ ജയിക്കട്ടെ. ജനങ്ങൾ ജയിക്കുമ്പോ കേരളം ജയിക്കും. കേരളം ജയിക്കുന്നതിന് നേതൃത്വം നൽകാൻ UDF നയിക്കും. അതിന്റെ തലപ്പത്ത് സണ്ണി ജോസഫ് ഉണ്ടായിരിക്കും, നിങ്ങളുടെ പ്രതിനിധി ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ സ്നേഹാഭിവാദ്യങ്ങൾ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് UDF. നന്ദി ബഹുമാനപ്പെട്ട ഷാഫി പറമ്പിൽ MP. സമയം അധികമില്ല.